Morning. Okay. നമ്മള് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലെ. ചാപ്റ്റർ ഏതായിരുന്നു? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ചാപ്റ്റർ ആട്ടോ. ഓക്കെ, എട്ടാമത്തെ ചാപ്റ്റർ അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റില് 8 എന്നല്ലേ നമ്പർ? എട്ടാമത്തെ ചാപ്റ്റർ അല്ലേ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി? യെസ്, ഓക്കെ. ജസ്റ്റ് നമ്മളൊന്ന് തുടങ്ങി വെച്ചു. അതായത് നമ്മൾ എന്താണ് സേഫ്റ്റി എന്താന്ന് പറഞ്ഞു, സേഫ്റ്റി അവയർനെസ്, പിന്നെ അതിനകത്ത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസില് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ജനറൽ സേഫ്റ്റി റൂൾസ് ആണ്. അതിന്റെ കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ എല്ലാവരും വായിച്ചോ? ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ വായിച്ചായിരുന്നോ? ഓക്കെ, കീർത്തന, രശ്മി, കീർത്തന, ആര്യ, ഓക്കെ, എല്ലാവരും തന്നെ മെസ്സേജ് അയക്കേണ്ട പറഞ്ഞ. ഓക്കെ, സനിത ഒക്കെ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ എടുക്കുന്നത് അന്ന് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇന്നലെ നമ്മള് ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് നമ്മൾ ഇന്നലെ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് കുറച്ച് പോയിന്റ്സുകളാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്ന് ചോദിക്കാം, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിൽ അതിൽ കീഴിൽ വരുന്ന ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇടയ്ക്ക് ചോദിക്കണ്ട്, ചിലരൊക്കെ അതിൽ മെസ്സേജ് വിടുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് ചോദിക്കണമെന്നുള്ളൂ. ജനറൽ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു പോകണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിക്കാം. ജനറൽ സേഫ്റ്റി റൂൾസ് നമ്മൾ പറഞ്ഞില്ലേ, അതിലെ പോയിന്റ്സുകൾ പോലെ തന്നെ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. അതിനകത്ത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അതിന്റെ കീഴിൽ വരുന്നത് ഏത്, അങ്ങനെ പോയിന്റ്സുകളായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ പോയിന്റ്, പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. ഫസ്റ്റത്തെ കാര്യം രോഗി പരിചരണം, ഈ പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പേഷ്യന്റ് ഫോളിങ് ഫ്രം ബെഡ്, ബെഡിൽ നിന്ന് പേഷ്യന്റ് വീഴാതിരിക്കാൻ. അവർക്ക് ചില പേഷ്യൻസ്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫീബിൾ. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദുർബലരായ, വീക്ക് ആയിട്ടുള്ള, ഫീബിൾ ദുർബലമായ. ഡിസ്ഓറിയന്റഡ്, ഡിസ്ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ബലഹീനരായ അല്ലെങ്കിൽ ദിശാബോധം ഇല്ലാത്തവര്, എന്താ പറയാ, കോൺഷ്യസ് അല്ലാത്തവര്. ഇപ്പൊ നമ്മള് സെഡേഷനിലൊക്കെ നിൽക്കൂലേ, ചില സർജറി ഒക്കെ നടന്ന്, അല്ലെങ്കിൽ ചില ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ചിലർക്ക് നോർമൽ ആ ഒരു മെമ്മറിയിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും അല്ലെ? ദിശാബോധമില്ലാത്തവര്, feeble, disoriented and patients who are under sedation. വീണ്ടും പറയുന്നുണ്ട്, സഡേഷനിൽ കീഴില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സെഡേഷൻ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ അതിനകത്ത് ഇരിക്കുന്നവർക്കൊന്നും നോർമല് അവർക്കൊരു ബോധം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? frequently try to get on or off the bed unaided. അപ്പൊ അവര് ശരിക്കും ബോധമൊന്നുമില്ല ശരിക്കും. അപ്പൊ അവര് ബെഡിൽ തന്നെ ചാടി എണീക്കാനും ഇറങ്ങാനൊക്കെ ശ്രമിക്കും. അവര് അപ്പൊ എന്താ പറയാ, അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. ഈ കൂടെ നിൽക്കുന്നവരുടെ ഹെൽപ്പോട് കൂടി മാത്രം അവർക്ക് എണീക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഓർമ്മയില്ലാത്തതിന്റെ പേരില് അവര് എന്താ പറയാ, തന്നെത്താനെ ബെഡിലൊക്കെ ചാടി എണീക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ റിക്വയർ അസിസ്റ്റൻസ്. അത് ഒറ്റ പോയിന്റ് ആട്ടോ. അത് ഫുൾ 3 ലൈനും ഒറ്റ പോയിന്റിൽ തന്നെ വരുന്നതാണ്. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ സഹായമില്ലാതെ അവർ തന്നെ ബെഡിൽ നിന്ന് ചാടി എണീക്കാൻ ശ്രമിക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? അവർക്കൊരു അസിസ്റ്റൻസ്, അവർക്കൊരു സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Try to make the patient understand that they require assistance. അവർക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ.
ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, എന്റെ ഒരു റിലേറ്റീവ് അങ്ങനെ എന്റെ ഒരു അമ്മാവന്റെ മോനാണ് ആക്സിഡന്റ് കൊണ്ട് സംഭവിച്ചു. ബസ് വന്നിട്ട് ഇടിച്ച് രണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ഹസ്ബൻഡും ഇവിടുന്ന് പോയി രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കണ്ട് കഴിഞ്ഞ ഒരു പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞു. പിന്നെ റൂമിലേക്ക് മാറ്റിയപ്പോഴത്തേക്കാണ് ഞങ്ങള് പിന്നെ ചെന്നത്. അപ്പൊ അവിടെ ചെന്ന് ഇവരെ ആൾക്ക് ആരെയും അറിയില്ല. നമ്മൾ ആരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആ ഒരു ആക്സിഡന്റിന്റെ ഒരു ഷോക്കും കൊണ്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡില് തന്നെ അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റിയുന്ന ആൾക്കൊരു ബോധമില്ല. ഇപ്പൊ നമ്മൾ ചെന്നിട്ടാണെങ്കിലും ചിരിച്ചു ഇപ്പൊ ചെയ്തു, പക്ഷെ നമ്മൾ ആരാന്നുള്ളത് എല്ലാവരും അവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും വലിയ അപകടം പറ്റിയെന്നോളും ആൾക്ക് ഓർമ്മയില്ല. അപ്പൊ ജോലിക്ക് പോണം, അയ്യോ എനിക്ക് അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ബെഡിന്റെ തന്നെ ചാടി ഇങ്ങനെ എന്താ പറയാ എനിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കായിരുന്നു. അപ്പൊ അവരിപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബെഡിന്റെ സൈഡിൽ ഹാൻഡ് റെയിൽസ് പോലെ 2 വശത്തും ഇങ്ങനെ കൈപ്പിടി വെച്ചിട്ടില്ലേ. അപ്പൊ അതിനകത്തോട്ട് കാലും കൈയും ഒക്കെ അവര് ടൈ ചെയ്ത് വെച്ചു, കെട്ടി വെച്ചു ആക്കടെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പാണ് ഓക്കെ ആയി. എങ്കിലും ആ ഒരു വശത്തായിരുന്നു ഇടി കൊണ്ടത്. അപ്പൊ ആ സൈഡ് മുഴുവനും വാഴയില് ആ സൈഡ് ഇതായി, ആ കാല് പൊടിയൊക്കെ ചെയ്തു, സ്ക്രാച്ച് ഒക്കെ വീഴും. അപ്പൊ ഇത് പറഞ്ഞാൽ ആൾക്ക് അനങ്ങാതെ കിടക്കണം എന്നുള്ളൊരു ബോധമില്ലല്ലോ. ഇപ്പോഴും അങ്ങനെ ഒരു സംഭവം അയാളുടെ ആ ഒരു ജീവിതത്തില് പ്രേമ സിനിമയിൽ ഇതുപോലെ ഉണ്ട്. ശരിയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനൊരു അനുഭവം പറഞ്ഞേട്ടാ. അപ്പൊ വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ 2 സൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ബെഡിന്റെ 2 സൈഡിലും ഇങ്ങനെ അപ്പൊ അവർക്ക് ഇങ്ങനെ അത്രയും ഇതായിട്ടുള്ളവര് അപ്പൊ അവര് തന്നെ ബെഡിന്ന് ചാടി എണീക്കാതെ ഒക്കെ എന്താ പറയാ അവര് പറഞ്ഞ് ഇപ്പൊ ഓക്കെ ആയി. പതുക്കെ നോർമലി കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ഇത് എന്നാലും പൂർണ്ണമായിട്ട് ഓർമ്മയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഇതിലിപ്പോ കുഴപ്പമൊന്നുമില്ല കഥ പറഞ്ഞേക്കണം. അപ്പൊ അവര് എന്ത് ചെയ്യണം, പേഷ്യന്റ് കെയറിലെ കാര്യം പറയുന്നത്. അപ്പൊ അവർക്ക് അസിസ്റ്റന്റ് തന്നെ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇതാണ് 1ാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഫീബിൾ എന്ന് പറഞ്ഞാൽ തളർന്ന അല്ലെങ്കിൽ ബലഹീനരായ, ദുർബലമായ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന. ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ ദിശാബോധം ഇല്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ സഡേഷനിൽ ഇരിക്കുന്നത്. അപ്പൊ സർജറി കഴിഞ്ഞ് നമുക്ക് ആ സഡേഷൻ പെട്ടെന്ന് വിട്ട് മാറില്ല അല്ലെ. അപ്പൊ അവർക്ക് ആ നോർമൽ ആ ഒരു ഇതിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ബെഡിന്ന് തന്നെ ചാടി ഇരിക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം, അവരെ പറഞ്ഞ് അവർക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. അടുത്തത് 2ാമത്തെ പോയിന്റ്, patients belongs should be kept within reach. പേഷ്യൻസിന്റെ സാധനങ്ങള് അവരുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ സൂക്ഷിക്കണം. അതായത് ഇപ്പൊ വല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ ഇത് സാധനം എന്ന് പറഞ്ഞപ്പോ അവർക്ക് വെള്ളം കുടിക്കണം. അപ്പൊ ഒരു ഗ്ലാസ് തന്നെ അവർക്ക് കൈയെത്തുന്ന ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ വേണമെങ്കിൽ ഒക്കെ എടുത്തു കുടിക്കാം. ദൂരത്തിരിക്കുകയാണെങ്കിൽ അവർ കൈയൊക്കെ എത്തിച്ച് വരുമ്പോ ചിലപ്പോ ആ ബെഡിൽ നിന്നൊക്കെ മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നത്. 2ാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, പേഷ്യൻസിന്റെ സാധനങ്ങള് കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. Patients belongs should be kept within reach. Third point, ask the patient to use nurse's call bell to have a bedpan or urinal. അപ്പൊ അവർക്ക് എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മള് പേഷ്യൻസ് കിടക്കണതിന്റെ സൈഡിൽ തന്നെ അവർക്കുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ കോൾ ബെല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ ആരെങ്കിലും ഒരാള് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എങ്കിൽ പോലും പേഷ്യന്റിന് തന്നെ ഒന്ന് പെട്ടെന്ന് ഡോക്ടറിനെയോ നേഴ്സിനെയൊക്കെ വിളിക്കണമെങ്കിൽ അവിടെ ബെല്ല് വെച്ചിട്ടുണ്ട്. ചെന്ന് വിളിക്കൊന്നും വേണ്ട അല്ലെ. കണ്ടിട്ടില്ലേ കോൾ ബെല്ല്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബെഡ്പാനോ അല്ലെങ്കിൽ യൂറിനൽ മൂത്രം ഒഴിക്കണമെങ്കിലോ ഒക്കെ ചെയ്യണമെങ്കിൽ നേഴ്സിനെ എന്തെങ്കിലും അസിസ്റ്റൻസിനെ നേഴ്സിനെ വിളിക്കണമെങ്കിൽ ആ ജസ്റ്റ് ആ ബെല്ലൊന്ന് അമർത്തിയാൽ മതി അല്ലേ. കോൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേഴ്സ് വരും, എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. അങ്ങനെ പേഷ്യൻസിനോട് നേഴ്സ് കോൾ ബെല്ല് ഉപയോഗിക്കാൻ പറയണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് ഡാഷ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. Ask the patient to use nurse's call bell
to have a bedpan or urinal. മലമൂത്ര വിസർജനം ഇത് യൂറിൻ ഒക്കെ ചെയ്യുമ്പോഴ് ബെഡ്പാൻ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന ഒരു പാത്രമില്ലേ, അതൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യണമെങ്കിലോ ഒക്കെ നേഴ്സിനെ വിളിക്കാനായിട്ട് നേഴ്സ് കോൾ ബെല്ല്, നേഴ്സിനെ വിളിക്കാനായിട്ട് ബെല്ല് ഉപയോഗിക്കാൻ പറയാം. ബെഡ് റെയിൽ യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്. നമ്മൾ പറഞ്ഞതാണ് ബെഡ് റെയിൽസ് എന്ന് പറയാൻ കൈപ്പിടി, ബെഡിന്റെ സൈഡിൽ വെച്ചേക്കുന്ന കൈപ്പിടികള്. അപ്പൊ അതെന്തിനാ? പേഷ്യന്റ് ബെഡിൽ നിന്ന് വീഴാതിരിക്കാൻ. ഇതുപോലെ ഓർമ്മയില്ലാത്തവരൊക്കെ വേണമെങ്കിൽ മറിഞ്ഞൊക്കെ കിടക്കോ അല്ലെങ്കിൽ അവർ എണീക്കാൻ ശ്രമിക്കുമ്പോ ബെഡിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡിലും ബെഡ് റെയിലുകൾ വെക്കണം. കണ്ടിട്ടില്ലേ നിങ്ങള് ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ കൈപ്പിടി? യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ. അടുത്തത് മെഡിക്കേഷൻസ്, മരുന്നുകൾ എങ്ങനെയാ? ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻസ് റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ, ലേബൽ, പേഷ്യൻസ് ഐഡന്റിറ്റി. ഇപ്പൊ മെഡിക്കേഷൻസ് അത് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ അത് ഉപയോഗിക്കണം, അത് ചെക്ക് ചെയ്യണം വീണ്ടും. ആൻഡ് ഡബിൾ ചെക്ക്, വീണ്ടും ചെക്ക് ചെയ്യണം ഇൻസ്ട്രക്ഷൻ. അത് ഇപ്പൊ നമ്മൾ 1 വീതം 3 നേരം അങ്ങനെ പറഞ്ഞത് അതിനകത്ത് എഴുതിയേക്കുന്ന ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പൊ 1 ആഹാരത്തിന് മുന്നേ ആണെങ്കിലും നമ്മൾ ആഹാരത്തിന് മുന്നേ തന്നെ കഴിക്കണം. അതൊന്നുകൂടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് കഴിക്കുക. 2 നേരം കഴിക്കണം എന്നുള്ളത് നമ്മൾ മാറിപ്പോവാതെ തന്നെ കൃത്യമായിട്ട് ഒന്നുകൂടി അത് ചെക്ക് ചെയ്യുക. അറിയാമെങ്കിലും ഒന്നുകൂടി ആ ഇൻസ്ട്രക്ഷൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. Then ലേബൽ പേഷ്യൻസ് ഐഡന്റിറ്റി, പേഷ്യൻസിന്റെ ഐഡന്റിറ്റി ലേബൽ ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ഫാർമസിയിൽ നിന്ന് മരുന്നുകളൊക്കെ തരുമ്പോഴാണെങ്കിൽ പേഷ്യന്റിന്റെ പേര് കൂടി ഉണ്ടാവും അല്ലെ. മെഡിസിൻസ് ഒക്കെ മാറിപ്പോകാതിരിക്കാനാണെങ്കിൽ അതിനകത്ത് പേരും കൂടി എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ സ്ലിപ്പ് അതിനകത്ത് വെക്കും. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മളിപ്പോ അല്ലാതെ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ ഒക്കെ തരുമ്പോഴാണെങ്കിൽ അതിനകത്ത് പേഷ്യന്റിന്റെ പേര് എഴുതിയിട്ടാണ് അല്ലെ ഇത്ര വീതം ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി മരുന്ന് കവറിൽ ആക്കി തരുന്നത്. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി മെഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഇൻസ്ട്രക്ഷൻസ് ഇതെല്ലാം ചെക്ക് ചെയ്യണം. നമ്മളൊന്നുകൂടിയൊക്കെ ചെക്ക് ചെയ്യണം. അടുത്തത് ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിലുകളും കണ്ടെയ്നേഴ്സും ലേബൽ ചെയ്യണം. ഈ നമ്മള് മരുന്നിന്റെ ബോട്ടിലൊക്കെ ആണെങ്കിലും നമ്മള് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്ത് വെക്കണം. അതിനകത്തും എഴുതും അല്ലെ. മെഡിസിനിലും അതിനകത്ത് എങ്ങനെയാണോ ഒരു 1 വീതം 2 നേരം അല്ലെ ആ ബോട്ടിലിൽ തന്നെ എഴുതി വെക്കാറുണ്ടല്ലോ. അങ്ങനെ കണ്ടെയ്നേഴ്സ്, ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. പിന്നെ അടുത്തത് കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. അതും പേഷ്യന്റ് സേഫ്റ്റിക്ക് പറയുന്നതാണ്. അതായത് മെഡിസിൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കണം. ചിലപ്പോൾ അവർക്ക് ഓർമ്മയൊക്കെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിലേ ഒരു പ്രാവശ്യം അവർക്കടെ അടുത്ത് തന്നെ മരുന്നുകളൊക്കെ വെച്ച് കഴിഞ്ഞാല് ഓർമ്മയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചതായിരിക്കും, ചിലപ്പോൾ ഓർക്കാതെ വീണ്ടും അതൊക്കെ എടുത്ത് കഴിക്കും. അപ്പൊ അതുകൊണ്ട് അതെപ്പോഴും സെക്യൂർ ചെയ്ത് തന്നെ വെക്കണം, ലോക്ക് ചെയ്ത് തന്നെ വെക്കണം. പ്രത്യേകിച്ചും അങ്ങനെ ഓർമ്മയില്ലാത്തവർക്കൊക്കെ നമ്മൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിസ്റ്റർമാര് തന്നെയാണ് മരുന്നുകളൊക്കെ കൊടുക്കുന്നത്. എങ്കിലും നമ്മുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് ഇതൊക്കെ നോക്കാലോ. അപ്പൊ എന്തായാലും അവിടെ വെച്ചേക്കുന്ന മരുന്നുകള് സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. അവർക്ക് നമ്മുടെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊന്നും വെക്കരുത്. പിന്നെ അടുത്തത് കീപ് വാർണിംഗ്. വാർണിങ്ങുകള് ശ്രദ്ധിക്കണം. വാർണിംഗ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ. കീപ് വാർണിംഗ്. വാർണിംഗ് സൈൻസ് എഗൈൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ? വിഷകരമായിട്ടുള്ള വിഷാംശമുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്ക് അതിന് വാർണിംഗ് സയൻസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വാർണിംഗ് സയൻസ് എഗൈൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്, ടോക്സിക് ആയിട്ടുള്ളത്, പോയിസണസ് ആയിട്ടുള്ളത്, ഹാംഫുൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള സബ്സ്റ്റൻസിന് ഇപ്പൊ നമ്മൾ അതെടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രിക്കോഷൻസ് നമ്മൾ അതിന്റെ എന്താ പറയാ വാർണിംഗ് സൈനുകൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അത്രയാണ് സേഫ്റ്റി പേഷ്യന്റ് കെയർ എന്നുള്ളതിൽ വരുന്നത്.
എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഫസ്റ്റത്തേല് ബെഡിൽ നിന്ന് ഫോൾ ചെയ്യാതെ നമ്മള് പേഷ്യൻസിന് എന്താ അസിസ്റ്റൻസ് ആവശ്യമുള്ള ആ പേഷ്യൻസിന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് എനിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു സഹായം ആവശ്യമാണെന്നൊക്കെ ഉള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ആ പേഷ്യൻസിന്റെ സാധനങ്ങളൊക്കെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. പിന്നെ നേഴ്സിനെയൊക്കെ വിളിക്കാനായിട്ട് നേഴ്സ് കോൾ ബെല്ല് ഉപയോഗിക്കാൻ പറയണം. പിന്നെ അടുത്തത് ബെഡ് റെയില്, രണ്ട് പേഷ്യൻസ് ബെഡിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ബെഡ് റെയിലുകള്, കൈപ്പിടികള് വേണം. പിന്നെ മെഡിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, അതായത് പേഷ്യന്റ് പേരൊക്കെ അതായത് ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആക്കി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്തത് എല്ലാ ബോട്ടിലുകളും കണ്ടെയ്നറുകളും ഒക്കെ ലേബൽ ചെയ്യണം. പിന്നെ മെഡിസിൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കണം. പിന്നെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എതിരായിട്ടുള്ള നമ്മൾ വാർണിംഗ് സൈനുകൾ അല്ലെങ്കിൽ വാർണിംഗുകളൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി അടുത്തത് ട്രാഫിക്, സേഫ്റ്റി ഇൻ ട്രാഫിക്. അതായത് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ ആ യാത്രാ സമയത്ത് നമ്മളെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ആ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് മൂന്നാമത്തെ സേഫ്റ്റി ഇൻ ട്രാഫിക്. ഫസ്റ്റത്തെയാണ് വീൽ ബ്രേക്സ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീൽ ബ്രേക്സ്? വീൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വീൽ ബ്രേക്സ് നോക്കിയേ. Locking wheel brakes to secure wheelchair on structure in the place before loading or unloading a patient. Assisting a patient on and off the chair. അത്രയും ഒരു സെന്റൻസ് ആണ് കേട്ടോ. അൺലോഡിങ് എ പേഷ്യന്റ്, അവിടെ വരെ ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ് ആണ് അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ. അതായത് നമ്മൾ പേഷ്യൻസിലേക്ക് വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകൂലേ, ഇപ്പൊ വീൽ ചെയറിലേക്ക് ആ പേഷ്യന്റിനെ കയറ്റോ ഇറക്കോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീൽ ചെയർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീൽ ചെയറിന്റെ ബ്രേക്ക്, അതായത് ഇപ്പൊ നമ്മളൊരു വീൽ ചെയർ ഇവിടെ വെച്ചു, എന്നിട്ട് അപ്പൊ അതിനകത്തോട്ട് ഒരു പേഷ്യന്റിനെ നമ്മൾ കയറ്റി വീൽ ചെയറിലേക്ക് ഇരുത്തുകയാണെങ്കിൽ ആ വീൽ ചെയർ പതുക്കെ വീലല്ലേ, അപ്പൊ അത് നീങ്ങി പോകും. നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീൽ ചെയറിൽ അവിടെ വീൽ ബ്രേക്ക് ഉണ്ട്. അപ്പൊ അത് ആ വീൽ ബ്രേക്ക് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ വീൽ ചെയർ അനങ്ങൂല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് പേഷ്യന്റിനെ ആ വീൽ ചെയറിലേക്ക് ഇരുത്താനും പറ്റും. അവിടെ നിന്ന് എന്താണ് തിരിച്ച് പേഷ്യന്റിനെ നമുക്ക് വീൽ ചെയറിൽ ഇരുത്താനോ വീൽ ചെയറിൽ നിന്ന് എണിപ്പിക്കുമ്പോ ഒക്കെ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീൽ ബ്രേക്കുകൾ ഇടണം. ഓക്കെ, വീൽ ചെയറിലുള്ളതാണ് വീൽ ബ്രേക്കുകൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? വീൽ ചെയർ തെന്നി പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ. അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ, അതായത് പേഷ്യന്റിനെ നമ്മള് വീൽ ചെയറിലേക്ക് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഒക്കെ എന്താണ് സഹായിക്കുക, അസിസ്റ്റിംഗ്. നമുക്ക് അപ്പൊ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കും വീൽ ചെയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീൽ ചെയറിന് വേണ്ട സ്ട്രക്ചറിലേക്കൊക്കെ എടുത്ത് കയറ്റിന്റെ കേസ് വന്നാലും കണ്ടോ, ടു സെക്യൂർ വീൽ ചെയർ ഓൺ സ്ട്രക്ചറിലേക്കൊക്കെ കയറ്റുമ്പോഴാണെങ്കിലും ആ വീൽ ചെയർ അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നതാണ് വീൽ ബ്രേക്കുകൾ. ആ വീൽ ബ്രേക്ക് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് വീൽ ചെയർ പിന്നെ അനങ്ങൂല. ഓക്കെ, അതാണ് വീൽ ബ്രേക്ക്. ഒന്നാമത്തെയാണ് കേട്ടോ വീൽ ബ്രേക്ക്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിന്റെ ഇതൊക്കെ യൂട്യൂബിൽ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. വീൽ ബ്രേക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെക്കാനിസം എങ്ങനെയാണത് വീൽ ചെയറിൽ ബ്രേക്ക് ഇതാക്കണേ, വീൽ ബ്രേക്ക് ഇടണേ എന്നുള്ളതൊക്കെ അതിന്റെയൊക്കെ ചെറിയ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. എന്തായാലും മനസ്സിലായല്ലോ? അതായത് വീൽ ചെയർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് വീൽ ബ്രേക്കുകൾ. ഓക്കെ,
Then അടുത്തത് safety belt. Safety belts to be waist belt or a side tail on structures to protect patient from falling while transporting. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? ഇപ്പൊ പേഷ്യൻസിനെയൊക്കെ നമ്മള് ഈ ഇതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി എന്താ പറയാ നോർമൽ അല്ലാത്ത പേഷ്യൻസിനെയൊക്കെ ആണെങ്കിലും നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് വീൽ ചെയറിൽ സേഫ്റ്റി ബെൽറ്റുകൾ ഇടാൻ പറ്റും. അതായത് വീൽ ചെയർ വട്ടത്തിൽ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാല് പിന്നെ പേഷ്യൻസ് അറിയാതെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മുൻകൂട്ടി പോവുകയാണെങ്കിലും ആ ബെൽറ്റുകൾ നമ്മൾ കാറിനൊക്കെ സീറ്റ് ബെൽറ്റ് ഇടൂലേ, സേഫ്റ്റി ബെൽറ്റ് ഇടൂലേ, നമ്മൾ പെട്ടെന്ന് മുന്നിലേക്ക് കുതിച്ചു പോകാതിരിക്കാം. കണ്ടിട്ടുണ്ട് സഫീറ, പെട്ടെന്ന് ഇങ്ങനെ മുന്നിലേക്ക് കുതിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ നമ്മൾ താഴേക്ക് ഇറക്കമുള്ള രീതിയൊക്കെ ആണെങ്കിലും ആളെ വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ വേണമെങ്കിൽ അവര് ഇങ്ങനെ മുൻകൂട്ടി പോയി കഴിഞ്ഞാൽ വീഴൂലേ. അപ്പൊ ആ വീൽ ചെയറിന്ന് പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് സേഫ്റ്റി ബെൽറ്റ്. അപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അപ്പുറം ആ ചെയറിന്റെ വീൽ ചെയറിന്റെ നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഇത് ബെൽറ്റ് ക്ലോസ് ചെയ്തിടാം. അപ്പൊ പിന്നെ അങ്ങനെ മുന്നിലേക്ക് ആഞ്ഞു പോയാലും അവര് വീഴൂല. ഓക്കെ, സേഫ്റ്റി ബെൽറ്റുകള്. സേഫ്റ്റി ബെൽറ്റ് ടു waist belt or side tail on structures to protect. കമ്പൽസറി ആണോ ഇതെന്നാണോ? നിങ്ങള് ചിലപ്പോ ചിലരൊക്കെ കൊണ്ടുപോകുമ്പോ ഒന്നും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ കൂടുതൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുമ്പോ എന്തായാലും ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് സ്ട്രെച്ചറിലാണെങ്കിലും കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആംബുലൻസിലൊക്കെ ആണെങ്കിലൊക്കെ വെക്കുമ്പോ ഇങ്ങനെ വേറെ ഇല്ല, അത് അനങ്ങാതെ സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോവാതെയൊക്കെ ഇരിക്കാൻ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ബെൽറ്റ്. നമ്മളിപ്പോ കാറിലൊക്കെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റ് ആ വീൽ ചെയറിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടില്ല രശ്മി? ഇതും കൂടി ഒന്ന് നോക്കിയാൽ കേട്ടോ, യൂട്യൂബിൽ കയറി ഇച്ചിരി നേരം ഒന്ന് നോക്കിയിട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ പറ്റും സേഫ്റ്റി ബെൽറ്റുകൾ. ഹോസ്പിറ്റലിലൊന്നും പോകുമ്പോഴും കണ്ടിട്ടില്ല പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ. ചില പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ സേഫ്റ്റി ബെൽറ്റുകൾ ഇടാറുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ നോർമൽ അല്ലാത്തവരെ അങ്ങനെയൊക്കെ സെഡേഷനിലൊക്കെ ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഈ സേഫ്റ്റി ബെൽറ്റുകൾ ഇട്ടിട്ടാ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കാർട്ട്. കാർട്ട് എന്ന് വെച്ചാൽ വണ്ടികള്. കാർട്ട്, സ്റ്റീൽ ചെയർ, സ്ട്രക്ചേഴ്സ്. പുഷ് കാർട്ട്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് സ്ലോലി. വാച്ച് യുവർ വേ. കണ്ടിട്ടുണ്ട്. വാച്ച് യുവർ വേ ahead of you. എങ്ങനെ നോക്കിയേ, ഇപ്പൊ നമ്മളിത് കൊണ്ടുപോകുമ്പോ എങ്ങനെയാ? ഇപ്പൊ വണ്ടികള് പേഷ്യൻസിനെ കൊണ്ടുപോകണ ചെയർസുകൾ, ഈ ഇതുപോലെ തന്നെ വീൽ ചെയർ ഒക്കെ ആണെങ്കിലും സ്ട്രക്ചർ ഒക്കെ ആണെങ്കിലും കൊണ്ടുപോകുമ്പോ ഒറ്റയടിക്ക് ഓടിച്ച് അങ്ങനെ വലിയ ഫാസ്റ്റില് 100 പോകണോ? എങ്ങനെ പോകണം? സ്ലോലി. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോകുമ്പോ പതുക്കെയാണ് അവരെ കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ വേറെ ഇതൊന്നും വരാതെ അവിടെ ഇവിടെ ഒന്നും ഇടിക്കാതെ രീതിയിൽ വളരെ സ്ലോ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. വാച്ച് യുവർ വേ ahead of you. നമ്മുടെ മുന്നിലുള്ള വഴി നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അല്ലെ, നമ്മുടെ മുന്നിലുള്ള വഴി നോക്കി ശ്രദ്ധിച്ച് പതുക്കെ വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, കാർട്ട്, വണ്ടികള്, സ്റ്റീൽ ചെയർസ്, വീൽ ചെയർ തന്നെയാണ് കേട്ടോ. വീൽ ചെയറുകള്, സ്ട്രക്ചറുകള്. സ്റ്റീൽ അല്ല കേട്ടോ, വീൽ ചെയർ ആണ് കേട്ടോ. വീൽ ചെയർ, വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആ വഴി നോക്കി ആ റൂട്ട് ക്ലിയർ ആയി വേറെ എന്തെങ്കിലും ഇടിക്കാത്ത രീതിയിൽ പതുക്കെ വേണം കൊണ്ടുപോകാനായിട്ട്. അതും എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. അടുത്തതാണ് റാമ്പ് എന്ന് പറയുന്നത്. റാമ്പ്, റാമ്പ് എന്ന് പറഞ്ഞ എന്താ? ചെരിഞ്ഞ സ്ഥലം. റാമ്പ്, റാമ്പ്. Control structures and wheelchair from lower side while going up or down a ramp. Okay. Control structures and wheelchair from lower side. എവിടെ നിന്ന് കൺട്രോൾ ചെയ്യണം? താഴെ നിന്ന്. while going up or down a ramp. ഒരു ചെരിഞ്ഞ സ്ഥലത്തേക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് അത് കൺട്രോൾ ചെയ്യണം?
ആ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ അതിന്റെ താഴെ നിന്ന് ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഓൾറെഡി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എങ്കിലും അവിടെ അണ്ടർലൈൻ ചെയ്യട്ടോ. അത് ചോദിക്കാറുണ്ട്. റാമ്പിൽ കൂടെ നമ്മള് വീൽ ചെയറോ സ്ട്രക്ചറോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത് എവിടെ നല്ല താഴെ വശത്തുനിന്ന് അതിന്റെ താഴെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. From lower side while going up or down a ramp. അടുത്തതാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സിംഗിങ് ഡോർ നമ്മള് വെഹിക്കിൾസ് ഇതുപോലെ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മള് മാക്സിമം കൂടുതലായിട്ട് കോമൺ ഡോറിൽ കൂടെ പോകാതെ ഇങ്ങനെയുള്ള സിംഗിങ് ഡോറിൽ കൂടെ പോകണം. സിംഗിങ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളത് പുറത്തേക്ക് ഓട്ടോമാറ്റിക് ആയി ഓപ്പൺ, അതായത് പുറത്തേക്ക് ഇങ്ങനെ തുറക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോ ഒരു കൈ കൊണ്ട് പേഷ്യന്റിനെ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാതിൽ തള്ളി തുറന്ന് പോകാനുള്ളത് ബുദ്ധിമുട്ടല്ലേ അല്ലെ? അപ്പൊ തന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഡോറുകളാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോർ ഓപ്പൺ ആയി നമുക്ക് സേഫ് ആയിട്ട് അതെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സേഫ് ആയി നമുക്ക് നേരെ പേഷ്യന്റിന് സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുപോകാം അല്ലെ? അല്ലാത്ത സാധാരണ വഴിയാണെങ്കിൽ നമ്മള് വീൽ ചെയറിൽ പേഷ്യന്റിനെ കൊണ്ടുപോകാണ്. അപ്പൊ ഒരു കൈ കൊണ്ട് പേഷ്യന്റിനെ പിടിക്കണം, ഒരു കൈ കൊണ്ട് വാതിലൊക്കെ തുറക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പല അപകടങ്ങളും പറ്റാം അല്ലെ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ടേക്ക് വെഹിക്കിൾ ടു എ ഡാഷ്. ഏത് ഡോറാണ്? കോമൺ ഡോറ്, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസും വരാം. ഇതിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സേഫ്. സ്വിംഗിങ് ഡോർ, WING സ്വിംഗിങ് ഡോർ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, ഇത്രയും മതി. നെവർ റാം ത്രൂ അതിനകത്ത് തന്നെയല്ല കേട്ടോ. ഓക്കെ, ടേക്ക് വെഹിക്കിൾസ് ത്രൂ സ്വിംഗിങ് ഡോർ, അത്രയും മതി ആ പോയിന്റ്. നെക്സ്റ്റ് ആണ് എലിവേറ്റർ. എലിവേറ്റർ റാമ്പാണ്. നെവർ റാമ്പിക്കടെ കൊണ്ടുപോകരുത് എന്നുള്ള, പക്ഷെ നമ്മള് വീൽ ചെയറും ഇതൊക്കെ റാമ്പിക്കടെ തന്നെയല്ലേ കൊണ്ടുപോകുള്ളൂ. അതാ പറഞ്ഞത് അത്രയും മതി, ബാക്കിയുള്ളത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാല്. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എ സ്വിംഗിങ് ഡോർ, അത്രയും മതി ആ പോയിന്റ്. കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് നോക്കി, അടുത്താണ് എലിവേറ്റർ. എലിവേറ്റർ എലിവേറ്റർ എന്ന് പറഞ്ഞെന്താ? എലിവേറ്റർ എന്താ? ലിഫ്റ്റ്. ലിഫ്റ്റ് തന്നെയാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. ബിഫോർ എൻറ്ററിങ് ഓർ ലിവിംഗ് elevator with a wheelchair or structure, make sure that the floor is at level. ഒന്നാമത്തെ കാര്യം എന്താ? അപ്പൊ നമ്മളൊരു ലിഫ്റ്റിലേക്ക് പേഷ്യന്റിനെ കയറ്റാണ്. അത് സ്ട്രക്ചറിലായാലും വീൽ ചെയറിലുള്ള പേഷ്യൻസിനെ നമ്മള് ആ എലിവേറ്ററിലേക്ക് ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അത് ആ ലിഫ്റ്റ് കറക്റ്റ് വന്ന് ഫ്ലോർ ലെവലിൽ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നാൽ ഈസി ആയിട്ട് രണ്ടും ഒരേ ലെവൽ, ഫ്ലോറും ആ എലിവേറ്ററും ഒറ്റ ലെവലിലാണെങ്കിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് അവരെ കയറ്റാൻ പറ്റുള്ളൂ. നിങ്ങളാണെങ്കിലും ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ നമ്മുടെ കൂടെ പേഷ്യന്റിനെ ഒക്കെ കൊണ്ടുപോകാറില്ലേ? സ്ട്രക്ചറിലൊക്കെ ഇരുത്തിയേക്കണ പേഷ്യൻസിനെ കൊണ്ടുപോകാറില്ലേ? അറ്റൻഡന്റുമാരുടെ സ്ട്രക്ചറിൽ ഇരുത്തിയാണ് പേഷ്യൻസിനെയൊക്കെ. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം എന്താ? അത് ഫ്ലോർ ലെവൽ ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തൊരു കാര്യം നോക്കിയേ, ദി വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാ അവര് ലിഫ്റ്റിലേക്ക് കയറ്റണേ? ലിഫ്റ്റിന്റെ അവിടെ വരെ അല്ലെങ്കിൽ എലിവേറ്ററിന്റെ അവിടെ വരെ ഇങ്ങനെ തള്ളിക്കൊണ്ടുവരും. അവര് നേരെ തന്നെ തള്ളിക്കൊണ്ടുവരും. എന്നിട്ട് ആ ലിഫ്റ്റിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോ അവിടെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയർ അവിടെ നിർത്തിയിട്ട് അവരാദ്യം കയറും. ആ ലിഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന അറ്റൻഡന്റ്മാരെ ആദ്യം കയറിയിട്ട് ബാക്കിയിലാണ് ഇങ്ങനെ വലിച്ച് അവരെ കയറ്റുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? നേരെ സാധാരണ വല്ല ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തള്ളി കയറ്റിയല്ല ചെയ്യണേ. അവിടെ കാര്യം ഓൾറെഡി കൊണ്ടുപോകുന്ന ലിഫ്റ്റിന്റെ അടുത്ത് എത്തുന്ന സമയം വരെ എത്തി അവരവിടെ ലിഫ്റ്റിന്റെ അടുത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ വീൽ ചെയർ സ്ട്രക്ചർ അവിടെ നിർത്തിയിട്ട് അവരാദ്യം ആ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് തിരിച്ച് അതുവരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വെച്ചിട്ട് ബാക്കിൽ അങ്ങനെ അവരെ വലിച്ചു കയറ്റുന്നത്. The wheelchair is always back first. അണ്ടർലൈൻ ചെയ്തിട്ടേ.
The wheelchair is always back first. Back ആണ് ആദ്യം കയറ്റേണ്ടത്. ഇനി ബാക്കിയിലാണ് അവരെ അകത്തേക്ക് കയറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അടുത്ത് നോക്കിയേ, ട്രാൻസ്പോർട്ടിങ്. Transport patients feet first. Have an assistant guide at front. ഇനി പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ സ്ട്രക്ചറില് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് ഭാഗമായിരിക്കും ഫ്രണ്ടിൽ വന്നേ? തലയുള്ള ഭാഗമാണ് ഫ്രണ്ടിൽ വന്നേ. ഒരാളിങ്ങനെ നേരെ കിടക്കണം, സ്ട്രക്ചറിൽ ഒരാളെ നേരെ കിടത്തിയേക്കണം. അപ്പൊ അവരെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ തള്ളിക്കൊണ്ട് സ്ട്രക്ചർ തള്ളിക്കൊണ്ട് പോകുമ്പോഴേ, ഇപ്പൊ സർജറി കഴിഞ്ഞു അവര് ആ റൂമിലേക്ക് ഒരു സ്ട്രക്ചർ കൊണ്ടുവരികയാണ്. അപ്പൊ എങ്ങനെയാ കൊണ്ടുവരുന്നേ? ശ്രദ്ധിച്ച് ഇത് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അവരുടെ കാലായിരിക്കും ഫ്രണ്ടില്, തലവശായിരിക്കും എന്താ ഹെഡിന്റെ സൈഡ്. നമ്മൾ അവിടെ നിന്നായിരിക്കും അവര് പിടിച്ചിങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നത്. പോകുമ്പോഴും കടത്തിക്കൊണ്ട് പോകുമ്പോൾ കാലായിരിക്കും, കാൽവശമായിരിക്കും അവിടെ ഫ്രണ്ടിൽ വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഫീറ്റ് ആയിരിക്കും ഫസ്റ്റ് പോണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടില് ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഉണ്ടായിരിക്കും. The transport patient feet first, have an assistant guide at front. ഫ്രണ്ടില് ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ വർത്തമാനം പറയോ അല്ലെങ്കിൽ വഴിയിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവര് മാറ്റി നിർത്തൂ അല്ലെ, സ്ട്രക്ചർ പോകാനുള്ള വഴി ക്ലിയർ ആക്കി കൊടുക്കും അല്ലെ. അതുകൊണ്ട് ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ടിൽ ഉണ്ടാവും. പേഷ്യന്റിന്റെ ഫീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കാൽവശം, കാവശമായിരിക്കും ഫ്രണ്ടില് കൊണ്ടുപോകുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടിംഗ് സമയത്ത്. Then അടുത്തത് പാർക്കിംഗ്. Park the wheelchair or structure out of the way of traffic at one side of the corridors. ഇനി വീൽചെയറോ സ്ട്രക്ചർ ഒക്കെ നമ്മൾ അത് പാർക്ക് ചെയ്യുമ്പോൾ, അതായത് അത് ആവശ്യമില്ലാത്തപ്പോ നമ്മളത് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് കോമൺ ആയിട്ടുള്ള ആ വഴിയിലൊന്നും അത് വെക്കാൻ പാടില്ല. അത് എവിടെ വെക്കണം? അറ്റ് വൺ സൈഡ് ഓഫ് ദ കോറിഡോർസ്. കോറിഡോർസിന്റെ ഒരു സൈഡില് ഒതുക്കി വെക്കണം. ഈ പ്രത്യേകം അതൊക്കെ വെക്കാനുള്ള റൂമുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫ്ലോറിലും കണ്ടിട്ടില്ലേ, ഈ നമ്മുടെ കോറിഡോർസിന്റെ സൈഡിൽ തന്നെ സ്ട്രക്ചറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഫ്ലോറിലുള്ള ഏത് സ്ഥലത്തേക്കും അവിടെ നിന്ന് എടുക്കാം, കൊണ്ടുപോയി പേഷ്യന്റ് കൊണ്ടുപോയി റൂമിലേക്കൊക്കെ കിടത്തിയതിന് ശേഷം തിരിച്ച് അത് അവിടെ കൊണ്ടുവന്ന് തന്നെ വെക്കണം. ട്രാഫിക്കിലൊന്നും കോമൺ പാത്തിലൊന്നും അത് അലക്ഷ്യമായിട്ട് ഇടാൻ പാടില്ല. ഓക്കെ, park the wheelchair or structure out of the way of traffic and at one side of the corridors. കോറിഡോർസിന്റെ ഒരു സൈഡില് ഒതുക്കി വേണം വീൽചെയറോ സ്ട്രക്ചറോ ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്കില് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തയുണ്ടോ? ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി, ഏതെങ്കിലും പോയിന്റ്. 8 പോയിന്റ് അതിനകത്ത് പറയുന്നുണ്ട്. ക്ലിയർ ആയോ എന്നൊന്ന് ഓടിച്ചൊന്ന് നോക്കി വേഗം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. തേർഡ് പോയിന്റ് പറയും കേട്ടോ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെയാണ്. തേർഡ് പോയിന്റില് കാർഡ് വീൽ ചെയർ. ഞാൻ പറഞ്ഞു അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. വീൽ ചെയർ ആണ് കേട്ടോ, സ്റ്റീൽ ചെയർ അല്ല. വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ്. കാർഡ് എന്ന് വെച്ചാൽ വണ്ടികൾ, പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുന്ന ചെറിയ ഇത് വണ്ടികൾ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നമ്മൾ പോകുമ്പോൾ വീൽ ചെയറിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പോകണം? സ്ലോലി, പതുക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മൾ 100-100 ഒറ്റ ശ്വാസത്തിലൊന്നും വേഗത്തിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവരെ പതുക്കെ നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഫ്രണ്ടിലുള്ള വഴി നോക്കി ശ്രദ്ധിച്ച് പതുക്കെ വേണം വീൽ ചെയറിലോ സ്ട്രക്ചറിലോ ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, സ്ട്രക്ചേഴ്സ്
Pushcart, wheelchair structures slowly match your way ahead of you. Fourth point. Okay. Fourth point എന്താ? റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞ സ്ഥലം അല്ലെ? അപ്പോ നമുക്ക് ഈ റാമ്പിൽ കൂടെ നമ്മുടെ സ്ട്രക്ചറോ വീൽ ചെയറോ ഒക്കെ ഇങ്ങനെ റാമ്പിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിൽ പേഷ്യൻസിനെയും കൊണ്ട് പോകുമ്പോൾ അത് താഴെ നമ്മളെ റാമ്പിലേക്ക് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിലും അതിൽ കൂടെ താഴേക്ക് സ്ട്രക്ചറോ വീൽ ചെയറോ കൊണ്ടുവരികയാണെങ്കിലും നമ്മൾ ലോവർ സൈഡ് താഴത്തെ വശത്ത് നിന്ന് വേണം അത് കൺട്രോൾ ചെയ്യാന്ന്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്കിപ്പോ എന്താ പറയാ, മോളിന്നല്ല താഴെ വശത്തുനിന്നായിരിക്കണം അതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇത് നമുക്ക് കൈ കിട്ടാത്ത ഒരു ചെറിയ സ്ഥലമല്ലേ, കൈ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് പോകും. അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ലോവർ സൈഡിൽ നിന്ന് വേണം കൊണ്ടുപോകാനായിട്ട്. അതായത് ലോവർ സൈഡിൽ വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. ലോവർ സൈഡിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യണം. ഓക്കെ. സ്വിംഗിങ് ഡോർ എന്ന് പറഞ്ഞ തന്നെ തുറക്കുന്ന ഡോറുകള്, നമ്മൾ തന്നെ ഓപ്പൺ ആവുന്ന ഡോറുകളാണ്. അല്ലെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ചിലപ്പോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ തുറക്കും. നമ്മൾ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ അടയുന്ന രീതിയിലും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അടയുന്ന രീതിയിലുള്ള ഡോറുകളുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ തുറക്കുന്ന ഡോറുകളുണ്ട്. അങ്ങനെ ചില ബസ്സിലൊക്കെ ഉണ്ട്. ശരിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഓഫീസിലൊക്കെ എല്ലായിടത്തും ഉണ്ട് തന്നെ തുറക്കുന്ന രീതിയിലുള്ള ഡോറുകൾ. അല്ലെങ്കിൽ നമ്മളിപ്പോ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ വീൽ ചെയറിൽ ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകുക, നമ്മൾ തന്നെ തുറന്ന് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ ഒരു കൈ കൊണ്ട് സ്ട്രക്ചർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഒരു കൈ കൊണ്ട് വാതില് ആ ഡോറ് തുറക്കാനും നിൽക്കണം. അപ്പൊ ചിലപ്പോ എന്താ വല്ല അപകടങ്ങളൊക്കെ പറ്റാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ പോയിന്റ് ആണോ? ട്രാൻസ്പോർട്ട് പേഷ്യന്റ് സീറ്റ് അതാണോ? ട്രാൻസ്പോർട്ട് പേഷ്യന്റ് സീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡൻസ് ഫ്രണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പേഷ്യന്റിന്റെ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുമ്പോഴോ? അതായത് നമ്മളിങ്ങനെ ഇപ്പൊ നേരെ ഞാൻ കിടക്കല്ലേ, ഇപ്പൊ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ എന്റെ കാലായിരിക്കണം ഫ്രണ്ടിൽ വരേണ്ടത്, തലവശം ആദ്യം വരാൻ പാടില്ല. കാലിപ്പോ നേരെ ഇങ്ങനെ നമ്മൾ തള്ളിക്കൊണ്ട് പോകുമ്പോൾ കാലുവശം വേണം ഫ്രണ്ടിൽ വരാൻ. എന്നുവെച്ചാൽ ഫ്രണ്ടില് പിന്നെ അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ഗൈഡും ആ ഫ്രണ്ടില് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലവർക്ക് തട്ടോ മുട്ടോ ഒക്കെ തലയൊക്കെ ആദ്യം എന്തുകൊണ്ടാണ് അതാ പറഞ്ഞേ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ വല്ല തലവശാണ് ആദ്യം പോണെങ്കിൽ വല്ല അവിടെ ഇവിടെയൊക്കെ വല്ല തട്ടോ ഒരാളുണ്ട് ഗൈഡ് ഉണ്ട് എങ്കിൽ പോലും വല്ല മുട്ടാനോ തട്ടാനോ ഒക്കെ ഉള്ള ചാൻസ് വരാൻ പാടില്ല. അപ്പൊ കാലാണെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഉദ്ദേശത്തിലാണ്. എന്തായാലും നിങ്ങൾ ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ സ്ട്രക്ചറിലോ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മള് സ്ട്രക്ചറിൽ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ പേഷ്യന്റിന്റെ ഫീറ്റ്, അതായത് സ്ട്രക്ചറാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ പേഷ്യന്റിന്റെ ഫീറ്റ് ആയിരിക്കണം ആദ്യം പോകേണ്ടത്. ഓക്കെ, കാലുവശം വേണം ആദ്യം പോകാൻ. ഓക്കെ, എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞ ബൈ ചാൻസ് അങ്ങനെ ആയിരിക്കാം. പിന്നെ തലവശം ആദ്യം പോയി കഴിഞ്ഞാൽ വല്ല തട്ടാനോ മുട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചാൻസ് വേണമെങ്കിൽ വരാം. അതുകൊണ്ടായിരിക്കാം. എങ്കിലും ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ടിൽ ഉണ്ടാവും നമ്മുടെ ആ വേ ഒന്ന് കാത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒരാൾ തന്നെയാണെങ്കിലും ഇപ്പോ നമ്മൾ മുന്നിക്കൊണ്ട് പോകുമ്പോഴാണെങ്കിലും എന്താ പറയാ, ആ പേഷ്യന്റിന് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ, അത് തന്നെയാണ് ആ റീസൺ കേട്ടോ. പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ സീറ്റ് ഫസ്റ്റ് പോകുന്ന രീതിയിൽ വേണം മുന്തിക്കൊണ്ട് പോകാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സേഫ്റ്റി എഗൈൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. ഇനി നമ്മൾ ട്രിപ്പ് ആവാതെ തെന്നി വീഴാതെ തന്നാതെ വീഴാതെയൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അവിടെ നമ്മൾ എന്തൊക്കെയാണ് സേഫ്റ്റി സുരക്ഷയ്ക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സേഫ്റ്റി എഗൈൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫാൾസ്. Gather up the little things on the floor like banana peel. Banana peel എന്നാ? പഴത്തൊലി അല്ലെ? ഫ്ലവർ പെറ്റൽസ്, പൂവിന്റെ പെറ്റലുകൾ ഇതളുകളോ, പെൻസിൽ,
ബ്രോക്കൺ ഗ്ലാസസ് ഇതെല്ലാം നമ്മള് തറയില് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ പഴത്തിന്റെ തൊലിയൊക്കെ തറയിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ പെൻസില് നിങ്ങൾക്കൊക്കെ ചിലപ്പോ കുഞ്ഞു പിള്ളേരുള്ള വീട്ടില് അറിയാൻ പറ്റും, അവര് കളി കഴിഞ്ഞ് എല്ലാം വലിച്ചു വരിയിടുമ്പോ പെൻസില് അതെന്ന് വെച്ചാൽ റോളായിട്ടിരിക്കുന്നല്ലേ അല്ലെ. അതൊക്കെ നമ്മൾ അറിയാതെ ചവിട്ടി കഴിഞ്ഞ് തെന്നിയൊക്കെ പോകും. പിന്നെ പൊട്ടിപ്പോയ ഗ്ലാസുകള് ഇതൊക്കെ നമ്മളെ കാല് നമ്മൾ മുറിയാൻ ചാൻസ് ഉണ്ട് അല്ലെ, തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും എന്താ തറയില് തൂക്കിയിടാൻ പാടില്ല. The other little things on floor like banana peels, flower petals, pencils, broken glasses, etc. ഇതൊന്നും തറയില് നിരത്തിയിടാനൊന്നും പാടില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ്, clean liquid spill instantly. Block off the area until it is cleaned. കണ്ടോ, ഇനി എന്തെങ്കിലും നമ്മൾ ലിക്വിഡുകള് എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ ഓയിലുകളോ അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും നമ്മൾ തറയില് വീണ് കഴിഞ്ഞാല് എന്ത് ചെയ്യണം, അത് നമ്മൾ ആ ഏരിയ ബ്ലോക്ക് ആക്കണം. അതായത് അങ്ങോട്ടേക്ക് പിന്നെ ആര് പോകാൻ പാടില്ല, അവിടെ ക്ലീൻ ആക്കുന്നത് വരെ, until it is cleaned. ആ ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം, അവിടെ ക്ലീൻ ആക്കുന്നത് വരെ. ഓക്കെ, അതാണ് എന്തെങ്കിലും നമ്മൾ തെറ്റുന്ന വസ്തുക്കള് തറയില് വീഴുകയാണെങ്കിൽ ഉടനടി ഇൻസ്റ്റന്റ്ലി തൽക്ഷണം, പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ടേ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ പാടില്ല, ഉടനെ തന്നെ അങ്ങോട്ടേക്കുള്ള ഏരിയ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അത് നമ്മൾ ക്ലീൻ ആക്കുന്നത് വരെ കേട്ടോ, ക്ലീൻ ആക്കുന്നത് വരെ ആ ഏരിയ ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആൾക്കാരെ അറിയാതെ അവിടെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ആൾക്കാരെ അറിയാതെ നടന്നു പോകുമ്പോ ആ ഓയിലൊക്കെ ചവിട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ സെക്കൻഡ് പോയിന്റ്? അത് ക്ലീൻ ആക്കുന്നത് വരെയും ആ ഏരിയ ബ്ലോക്ക് ചെയ്ത് വെക്കണം, എന്തെങ്കിലും ഓയിലൊക്കെ തറയിൽ വീഴുകയാണെങ്കിൽ. മൂന്നാമത്തെ പോയിന്റില് keep drawers and cabinet door closed, especially doors of one overhead mounted cabinets. Keep drawers and cabinet doors. ഡ്രോയറുകള്, ക്യാബിനറ്റിന്റെ ഡോറുകള് ഇതെല്ലാം എന്ത് ചെയ്യണം, അടച്ചിടണം. എസ്പെഷ്യലി ഡോർസ് ഓഫ് ദ വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്. ഇപ്പൊ നമ്മുടെ തലയുടെ മുകളിലുള്ള ക്യാബിനറ്റ് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ക്യാബിനറ്റ് ഇങ്ങനെ തുറന്നിടുകയാണെങ്കിൽ ആ തുറന്നിടുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോ തലയൊക്കെ അതിനകത്ത് മുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മള് ഈ ഡ്രോയേഴ്സ് ഒക്കെ നമ്മൾ അടച്ചിടണം. ആർക്കെങ്കിലും തലയൊക്കെ അങ്ങനെ ഇടിച്ചിട്ടുണ്ടോ? അലക്ഷ്യമായി ഡ്രോയറൊക്കെ തുറന്നു കിടന്നിട്ട് ഉണ്ടോ? തലയൊക്കെ ഇടിച്ചിട്ടുണ്ടോ? കിച്ചണിലൊക്കെ വിൽക്കാറല്ലേ, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചിലപ്പോ നമ്മൾ പെട്ടെന്ന് തിരക്ക് പിടിച്ചെടുക്കുമ്പോ അടയ്ക്കാൻ മറന്നുണ്ടോ റൈറ്റ്. അപ്പൊ നമ്മൾ പിന്നെ നടന്നു വരുമ്പോ വേണമെങ്കിൽ തലയൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി പ്രത്യേകിച്ച് പറയാണ് നമ്മുടെ മുകളില് തലയ്ക്ക് മുകളിലുള്ള വീട് ഘടിപ്പിച്ചിട്ടുള്ള ഡോറുകള് ഡ്രോയേഴ്സ് ഒക്കെ എപ്പോഴും അടച്ച് തന്നെ സുരക്ഷിതമായിട്ട് ഇടണം, ക്ലോസ് ആയിട്ട് വെക്കണം. അടുത്ത നോക്കിയേ, beware of electric cords. ഇലക്ട്രിക് വയറുകൾ യു മേ ഈസിലി പ്ലേസ് ദ ഔട്ട് ഓഫ് ദ വേ. അതായത് നമ്മൾ beware എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, ഇലക്ട്രിക് വയറുകൾ സൂക്ഷിക്കുക. നമ്മൾ അത് ഈ ഇലക്ട്രിക് വയറുകളൊക്കെ വെറുതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ, ആ വയറിൽ തട്ടി നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ വയറുകളൊക്കെ ഇലക്ട്രിക് വയറുകളൊക്കെ ചുറ്റി അത് സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. പ്ലേസ് ദ ഔട്ട് ഓഫ് ദ വേ, നമ്മൾ നടക്കുന്ന വഴിയുടെ പുറത്ത് അത് സുരക്ഷിതമായിട്ട് എടുത്തു വെക്കണം. ആരെങ്കിലും വീണിട്ടുണ്ടോ? നമ്മുടെ വീട്ടില് ഇലക്ട്രിക് വർക്കൊക്കെ നടക്കുമ്പോ വയറുകളൊക്കെ ഒക്കെ വലിച്ചു വാരിയൊക്കെ ഇടുമ്പോ അതിനകത്തൊക്കെ തട്ടി വീണുണ്ടോ? അല്ലേ, തട്ടി വീഴാൻ ഉണ്ട്. ബ്ലസ്സി തട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ആ വയറിലൊക്കെ തട്ടി വീഴാൻ ചാൻസ് ഉള്ളതാണ്. ഈസിലി നമ്മൾ അത് ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വഴിയുടെ പുറത്ത്, നമ്മൾ നടക്കുന്ന വഴിയുടെ പുറത്ത് എന്ത് ചെയ്യണം, ചുരുട്ടി വൃത്തിയായിട്ട് വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അടുത്തത്, ഡു നോട്ട് യൂസ്. ഇന്ന് വീണതേ ഉള്ളോ അഭിരാമി? അതെ, നമ്മൾ എന്റെ ക്ലാസ് എടുക്കാൻ ഇരിക്കുകയായിരുന്നു. അഭിരാമി ഇന്ന് രാവിലെ വീണുള്ളൂ. എന്തെങ്കിലും പറ്റിയോ? എന്നിട്ട് തട്ടി വീണിട്ട് വയറിൽ തട്ടി വീണതാണോ? ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഓയിൽമെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചോട്ടോ. ചിലപ്പോ വേണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെറിയ വേദന വരാം.
ഓക്കെ, എന്തായാലും സൂക്ഷിച്ചൊക്കെ നടക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പേഷ്യന്റ് സേഫ്റ്റി മാത്രമല്ല നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കിക്കോ. ഇതൊക്കെ കോമൺ ആയിട്ട് പറയുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക് വയറുകളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചിടാൻ പാടില്ല. നമ്മളത് ഈസി ആയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വഴിയുടെ പുറത്ത് എടുത്ത് വെക്കണം. അടുത്ത് നോക്കിയേ, ഡു നോട്ട് യൂസ് ഫിംഗേഴ്സ് ടു കളക്ട് ബ്രോക്കൺ ഗ്ലാസസ്. ഇനി പൊട്ടിപ്പോയ ഗ്ലാസ് ഒക്കെ നമ്മൾ പറക്കിയെടുക്കാനായിട്ട് നമ്മൾ കൈ കൊണ്ട് പറക്കിയെടുക്കരുത്. നമ്മുടെ വീട്ടിലെ ഗ്ലാസ് ഒക്കെ മിക്കവാറും പിള്ളേര് തട്ടി വീണ് പൊട്ടാറുണ്ടല്ലേ. നമ്മൾ വേഗം തന്നെ കൈ കൊണ്ട് അത് പറക്കിയെടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. അവിടെ നമ്മൾ ആ സാധനം ബ്രഷോ അല്ലെങ്കിൽ എന്റെ പാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പതുക്കെ അത് തൂത്ത് എടുക്കണം. ഓക്കെ, ഒരിക്കലും നമ്മുടെ കൈ കൊണ്ട് വെച്ചാൽ നമ്മൾ ആ പൊട്ടിപ്പോയ ഗ്ലാസ് ഒക്കെ പറക്കുമ്പോ നമ്മുടെ കൈ വേണമെങ്കിൽ അത് മുറിയാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് അങ്ങനെയും പറ്റിയിട്ടുണ്ട്. എന്റെ കൈ അങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ പെട്ടെന്ന് ആ ഗ്ലാസ് അവിടെ നിന്ന് പിള്ളേരി എന്താ പറയാ അതിനകത്ത് കാലം മുറിയില്ലോ എന്ന് വിചാരിച്ച് വേഗം നമ്മൾ പറക്കിയെടുക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് വേണ്ടി പറക്കുമ്പോ അതിന്റെ സൈഡ് കൊണ്ട് നമ്മുടെ കൈയൊക്കെ മുറിയണം. അപ്പൊ അതുകൊണ്ട് ആരും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മള് അങ്ങനെ പൊട്ടിപ്പോയ ഗ്ലാസ് ഒക്കെ കൈ കൊണ്ട് പറക്കി എടുക്കരുത്. ഒരു ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പാനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് സേഫ് ആയിട്ട് തന്നെ അത് അവിടെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ടേക്ക് വൺ സ്റ്റെയർ അറ്റ് എ ടൈം. ഒരു സമയം ഒരു സ്റ്റെയർ മാത്രമേ കയറാൻ പാടുള്ളൂ. Always use handrails while walking up or down the stair. നമ്മുടെ സ്റ്റെയറിൽ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. Always use handrails while walking up or down the stair. Underline ചെയ്തിട്ട് ആ പോയിന്റ്. Always use handrails while walking up or down the stair. നിങ്ങൾ ഒരു സ്റ്റെപ്പിൽ കൂടുതൽ കയറാറുണ്ടോ? നമ്മുടെ കഴിഞ്ഞ 2-3 ബാച്ചിന് മുന്നുള്ള കുട്ടിയാട്ടോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, മിസ്സേ രാവിലെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് തുണി ഇറക്കിയിട്ട് മുകളിൽ വിരിക്കാനായിട്ട് സ്റ്റെയർ ഞാൻ 2 സ്റ്റെപ്പ് വെച്ചിട്ടാ കയറുന്നത്. നിങ്ങൾ കയറാറുണ്ടോ അവരെ? പെട്ടെന്ന് ചിലപ്പോ അല്ലെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് കുറച്ച് ഒട്ടിയോ തീരോ ഓർത്തോണ്ട്. കുറെ സ്റ്റെപ്പ് ഒക്കെ കയറണമെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പ് ചാടി കയറിയായിരിക്കും. ചെയ്യാൻ പാടില്ല. നമ്മൾ താഴെ വീഴും, നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ ഹാൻഡ് റെയിലും പിടിച്ച് നമ്മുടെ സേഫ്റ്റി നമ്മൾ സുരക്ഷിതമായിട്ട് വേണം മുകളിലേക്ക് കയറി ഇറങ്ങുക ഒക്കെ ചെയ്യാനായിട്ട്. Always use handrails while walking up or down the stair. ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യമാണ് അല്ലേ. 2 സ്റ്റെപ്പ് വീതം നമ്മൾ ചാടി കയറി വേഗം. അപ്പൊ അങ്ങനെ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാ പറയാ. നമ്മള് എന്താ പറയാ, അങ്ങനെ വരുമ്പോ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് പറഞ്ഞേക്കുന്നേ, നമ്മൾ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യുന്നത്. മുകളിലേക്ക് കയറുമ്പോ കൈപ്പിടിയിൽ പിടിച്ച് വളരെ സൂക്ഷിച്ച് വേണം കയറാനായിട്ട്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. ഒബ്ജക്ട്സ് വിച്ച് ആർ കെപ്റ്റ് കെയർലെസ്ലി മേ ഡ്രോപ്പ് ആൻഡ് ഹർട്ട് പീപ്പിൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചേക്കുന്ന ഒബ്ജക്റ്റ് ഇല്ലേ, അതായത് മുകളിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങള് ഇപ്പൊ താഴെ വീണ് പൊട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുകളില് സൂക്ഷിച്ച് തന്നെ വെക്കണം. പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി ഓവർഹെഡ്. അതായത് മുകളിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ താഴേക്ക് വീഴാതെ ശ്രദ്ധിച്ച് തന്നെ വെക്കണം. ഒബ്ജക്ട്സ് വിച്ച് ആർ കെപ്റ്റ് കെയർലെസ്ലി, നമ്മളത് ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ താഴെ വീഴാനും നമുക്ക് മുറിവ് പറ്റാനും ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ മുകളില് ഷോക്കേസിന്റെ മുകളിലൊക്കെ നല്ല സാധനങ്ങൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ വീഴാൻ എന്താ പറയാ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് താഴെ വീഴാം അല്ലെ. എന്തെങ്കിലും നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ അറിയാതെ ആ ചൂടിന്റെ ഭാഗത്ത് അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി അത് വേണമെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വെക്കുക. അത് താഴെ വീണ് നമുക്കൊക്കെ മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ടെക്നിസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. നമ്മൾ ട്രിപ്പ് ആവാതെ താഴെ വീഴാതെയൊക്കെ നമ്മൾക്ക് എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? എല്ലാം നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് പറഞ്ഞേക്കും. ഇനി അടുത്തത് ക്ലിയർ ആണ്. തേർഡ് പോയിന്റാ. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? കീപ് ഡ്രോയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഡോർ ക്ലോസ്ഡ്. നമ്മൾ ഡ്രോയറുകളൊക്കെ
അതാ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ കിച്ചണില് നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന മുകളിൽ വെച്ചേക്കുന്ന ഷെൽഫൊക്കെ ഇല്ലേ, അത് നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഷെൽഫുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ വെക്കുമ്പോഴൊക്കെ ആ ഡ്രോയറുകൾ എപ്പോഴും അടച്ചിടണം. എന്താ പറയാ, നമ്മുടെ തലയൊക്കെ മുട്ടാൻ ചാൻസ് ഉണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അടച്ചു വെക്കണം. എസ്പെഷ്യലി ദ ഡോർ ഓഫ് വാൾസ് ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്. മുകളില് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചേക്കുന്ന ക്യാബിനറ്റ്സ് അതിന്റെ ഡോറ് എന്ത് ചെയ്യണം, അടച്ചു തന്നെ വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ മോളെ? ഓക്കെ അല്ലേ? ഐശ്വര്യാണ് ചോദിച്ചല്ലേ, ഐശ്വര്യ വിഷ്ണു. ഇനി അടുത്തത് ഒരു കാര്യം പറഞ്ഞ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഇനി ഇലക്ട്രിക് ഗുഡ്സ്, ഇതും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളെ ഇലക്ട്രിക്, നമ്മൾ പറയില്ലേ തീയോടും വൈദ്യുതിയോടും ഒന്നും കളിക്കരുത് അല്ലെ? ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങളുടെ കേടൊക്കെ വന്നാൽ തന്നെ ഇലക്ട്രീഷ്യനെ വിളിക്കാതെ തന്നെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് കറണ്ടിനോട് ഇലക്ട്രിസിറ്റിയോട് നമ്മൾ കളിക്കരുത് അല്ലെ? ഷോക്കൊക്കെ അടിച്ച് ഒത്തിരി അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രിക് സാധനങ്ങളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റിയാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ്, പ്രിവെന്റ് വെറ്റ്നസ് നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്. അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകരണങ്ങൾ. പ്രിവെന്റ് വെറ്റ്നസ്, നമ്മൾ ഈർപ്പം പ്രിവെന്റ് ചെയ്യണം. ചിലപ്പോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് ആ നനഞ്ഞ കൈ കൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യും. ചെയ്യാറില്ലേ? അല്ലേ? ചെയ്യാറില്ലേ? നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഇല്ലേ? പ്ലഗിന്റെ അവിടെ നിന്ന് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും പാടില്ല. നമ്മുടെ കയ്യ് നല്ല ഉണങ്ങിയിരിക്കണം. നമ്മള് പെട്ടെന്ന്, അറിയാലോ നിങ്ങൾക്ക്, വെള്ളത്തിൽ കൂടെ പെട്ടെന്ന് കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സ്വിച്ചിന്റെ അടുത്ത്, വയറിംഗ് അപ്ലയൻസസ്, വയറിംഗ് ഉപകരണങ്ങളുടെ അടുത്തൊന്നും നമ്മൾ ഈർപ്പം പാടില്ല. വെറ്റ്നസ്, ഈർപ്പം തടയണം. നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്. ഓക്കെ, സ്വിച്ചിന്റെ അടുത്ത് ഈർപ്പം ഒന്നും പാടില്ല. എന്റെ ഫ്രണ്ടിന്റെ അമ്മ അങ്ങനെ മരിച്ചിട്ടുണ്ട്. സഫീറയുടെ ഫ്രണ്ടിന്റെ അമ്മ അങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് ഷോക്ക് അടിച്ചിട്ട്. ഒത്തിരി പേർക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നതാ. ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കറണ്ടുമായിട്ടൊക്കെ നമ്മള് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാ. നമ്മൾ പെട്ടെന്ന് മിക്ക ആൾക്കാരും ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് വരുമ്പോ, നമ്മളെ കുളിച്ച് വേഗം വരുമ്പോ അങ്ങനെ ഫുള്ളായിട്ടൊന്നും തോർത്തിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി നനവൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പെട്ടെന്ന് നമ്മളാണെങ്കിലും സ്വിച്ച് ഇടാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും സ്വിച്ചിന്റെ അടുത്തൊന്നും ഒരു ഈർപ്പം ഒന്നും പാടില്ല. ഈർപ്പമൊക്കെ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെയൊക്കെ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പാസ് ചെയ്യുന്നില്ലേ? കറണ്ട് പാസ് ചെയ്യണതാണ്, കണ്ടക്ടറാണ്, വൈദ്യുതിയും കടത്തിട്ടുന്നതാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് പാടില്ല. ഓക്കെ, അടുത്തത്, ഇത് നമ്മളും ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അടുത്ത നോക്കിയേ, പ്രിവെന്റ് കോൾസ്, ഹീറ്റ്, ഓയിൽ. ഓയിൽ എന്നാണ് കേട്ടോ അത്, ഓയിൽ, OIL, ഓയിൽ ആൻഡ് അബ്യൂസ്. അബ്യൂസ് എന്ന് വെച്ചാൽ ദുരുപയോഗം. വിൽ ഡാമേജ് ഇലക്ട്രിക് ഇൻസുലേഷൻ. ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ഉണ്ടാക്കുന്നു. ആ ഇലക്ട്രിക് കോഡുകള് നമ്മൾ സംരക്ഷിക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. ഇപ്പൊ ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇൻസുലേഷൻ പോകാൻ ചാൻസ് ഇല്ലേ? നമ്മുടെ വയറ് ഇപ്പൊ എന്താ പറയാ, അടുപ്പിന്റെ അടുത്തൊക്കെ ഇങ്ങനെ അതിൽ കൂടെയൊക്കെ നമ്മള് വയർ ഇങ്ങനെ വലിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചൂടടിച്ചു കഴിഞ്ഞാലോ ആ ഇൻസുലേഷൻ, വയറിന്റെ ഇൻസുലേഷൻ പോകാം. ഇൻസുലേഷൻ പോയി കഴിഞ്ഞാലോ നമുക്ക് ഷോക്ക് അടിക്കൂലേ? അതിന്റെ ഉള്ളിലുള്ള കമ്പിയാണ് അത്. അതിൽ കൂടെ നമുക്ക് ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അത് അങ്ങനെയൊന്നും വരാതെ, ഓയില് അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരി വയറൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഒക്കെ നമ്മൾ അത് ദുരുപയൊക്കെ ആണെങ്കിൽ അതിന്റെ പിന്നെ കുറെ നാളാണെങ്കിലും വെച്ച് കഴിഞ്ഞാലും ഒക്കെ ഇൻസുലേഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻസുലേഷൻ പോയ വയറുകളൊക്കെ ഒന്നും ഉപയോഗിക്കാനൊന്നും പാടില്ല. അപ്പൊ ഹീറ്റിൽ നിന്നും മറ്റു ഓയില്, പിന്നെ മറ്റുള്ള ദുരുപയോഗം എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ഇലക്ട്രിക് കോഡുകളെ, നമ്മള് വയറുകളെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മളെ ചൂടൊക്കെ അടിച്ചാൽ ഇലക്ട്രിക് ഇൻസുലേഷൻ ഡാമേജ് ആക്കും. ഓക്കെ, ഇലക്ട്രിക് ഇൻസുലേഷന് ഡാമേജ് ആവും. ചൂടൊക്കെ കൂടുതൽ അടിച്ചാൽ അല്ലെ വയറൊക്കെ ഉരുകി പോവില്ലേ? ഇതൊക്കെ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പാടില്ല.
Okay, inspect ports, plug switches and outlets regularly to make sure that they are not get damaged. പിന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് ബോർഡുകള്, വയറുകള്, പ്ലഗുകള്, സ്വിച്ചുകള്, ഔട്ട്ലെറ്റുകള് ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കേടുകളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന് ഡാമേജ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് കുറച്ചൊക്കെ നാളൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ പ്ലഗ് ഒക്കെ ആണെങ്കിൽ സ്വിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, സ്വിച്ചിന് വില പൊട്ടിയിട്ടുണ്ടോ, ചിലപ്പോ കുറെ നാൾ കഴിയുമ്പോൾ സ്വിച്ച് ഇങ്ങനെ ലൂസായി പോകാം, അല്ലെ, ലൂസ് ആവാം, പൊട്ടിപ്പോകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്വിച്ചുകളൊക്കെ നമ്മൾ മാറ്റണം. അപ്പൊ ഇപ്പൊ ഒരു സ്വിച്ച് ഒക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെ. അപ്പൊ ആ സ്വിച്ച് ചീത്തയായിട്ടുള്ള സ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ, 4 പ്ലഗ് ആണെങ്കിലും, പ്ലഗുകളൊക്കെ ആണെങ്കിലും കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും, അല്ലെ, പ്ലഗ് ഇതിൽ യൂസ് ആവാം, യൂസ് ഒക്കെ ആവാം. അപ്പൊ അങ്ങനെ യൂസ് ആയ പ്ലഗ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡാമേജ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ അതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത പോയിന്റ്, റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി. A small shock, overheating, sparkling or noise is an urgent warning. പിന്നെ ഇലക്ട്രിക് ഫോൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ തന്നെ നമ്മൾ ഇലക്ട്രീഷ്യനെ അത് വിളിച്ച കാര്യം പറയണം. ചെറിയ ഷോക്ക് ചിലപ്പോ നമുക്കും കിട്ടിയിട്ടുണ്ടാവും, അല്ലെ. ഇത്രയും നാളെ കൊണ്ട് എപ്പോഴെങ്കിലും ചിലപ്പോ ഒരു ചെറിയ ഷോക്കൊക്കെ കിട്ടിയവരുണ്ടാവും, അല്ലെ. സ്വിച്ചിന് വല്ല കംപ്ലൈന്റ് ആയിട്ട്, പ്ലഗിന് വല്ല കംപ്ലൈന്റ് ആയിട്ട് ചെറിയ ഷോക്കോ. അപ്പൊ നമ്മൾ പിന്നെയും അത് വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ച് പറയണം, ഇന്ന മുറിയിൽ ഒരു സ്വിച്ചിന് കംപ്ലൈന്റ് ഉണ്ട്, ഒരു ചെറിയ ഷോക്ക് ഉണ്ടെന്ന്. അപ്പൊ അവര് വന്ന് അത് നോക്കി ആ സ്വിച്ച് മാറ്റി ഇതാക്കി തരും. അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ്, പിന്നെ ഒരു ഇത് കാണിക്കുന്നതാണ്, അർജന്റ് വാർണിംഗ് ആണ്. ചൂടാവുക, ഓവർ ഹീറ്റിംഗ്, അല്ലെ. ചില സ്വിച്ച് ഒക്കെ നമ്മള് കുറച്ചു നേരം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ചൂടാവും. അത് നമുക്ക് ആ ഡാമേജ് കാണിക്കുന്നതാണ്, നമുക്കൊരു വാർണിംഗ് ആണ്. പിന്നെ ചിലതിന് സ്പാർക്ലിംഗ് വരാം, അല്ലെ. തീപ്പൊരിയൊക്കെ തെറിക്കാം. തീപ്പൊരി, സ്പാർക്ലിംഗ്, തീപ്പൊരി ഇങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ നോയിസ്, ചിലപ്പോ ചീറ്റണയൊക്കെ ശബ്ദം കേൾക്കാം, അല്ലെ. ചില സ്വിച്ച് ഒക്കെ ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇങ്ങനെ ചീറ്റണ പോലെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം പോലെയൊക്കെ കേൾക്കാം. ഇതെല്ലാം അത് ഡാമേജ് ആണ്, ഇലക്ട്രിക് ഫോൾട്ട് കാണിക്കുന്ന വാർണിംഗ് ആണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഉടനടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ മെനമടിയാൻ അതിൽ പോകരുത്. നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമ്മളത് കറക്റ്റ് ആക്കി, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, 4 പോയിന്റ് നമുക്ക് പറഞ്ഞുള്ളൂ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സില്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഈ പറഞ്ഞേക്കുന്ന നമ്മള് ചെറിയ ഷോക്കോ, സ്വിച്ച് ഓവർ ഹീറ്റ് ആവോ, എന്തെങ്കിലും സ്പാർക്ലിംഗ്, എന്തെങ്കിലും തീപ്പൊരി അതിൽ നിന്ന് വരുമോ, ശബ്ദങ്ങളൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇതെല്ലാം അത് ഡാമേജ് ആണെന്ന് കാണിക്കുന്ന ഒരു വാർണിംഗ് ആണ്. അപ്പൊ തന്നെ നമ്മളത് എന്ത് ചെയ്യുക, ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ക്ലിയർ ആക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നാളെ ഉണ്ടല്ലോ, നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.